ഹായ് ഡെവലപ്പേഴ്സ്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PHP 7 നിന്ന് PHP 8 വരുമ്പോഴുള്ള മേജർ ചേഞ്ചസും അതിന്റെ അഡ്വാൻറ്റേജും ആണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഷോർട്സിൽ ഇതിന്റെ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ഇന്ന് എല്ലാ ടോപ്പിക്കും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ആദ്യത്തെ ചേഞ്ച് എന്ന് പറയുന്നത് നെയിംഡ് ആർഗ്യുമെന്റ്സ് ആണ്. ഒരു PHP ഒരു ഗ്രേറ്റ് യൂസർ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 3 പാരാമീറ്റേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, സല്യൂട്ടേഷൻ. ഇതില് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് PHP 7 എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്യുന്നത്? അതിൽ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് അത് ഏത് ഓർഡറിലാണോ പാരാമീറ്റർ ഡിഫൈൻ ചെയ്തത് ആ ഓർഡറിലായിരിക്കും ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്തും നമ്മൾ പാസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഫസ്റ്റ് നെയിം പാസ് ചെയ്യും, ലാസ്റ്റ് നെയിം പാസ് ചെയ്യും, പിന്നെ അതിന്റെ സാല്യൂട്ടേഷനും പാസ് ചെയ്യും. പക്ഷേ ഇവിടെ ഒരു മെയിൻ ചലഞ്ച് എന്താ? നമ്മളിപ്പോ ഏത് പേജിൽ നിന്ന് പാസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഓർത്തിരിക്കണം അല്ലെ. അതുപോലെ തന്നെ ഏതൊക്കെ വേരിയബിൾസ് ആണ്, ഇത് എന്തൊക്കെയാന്നുള്ളത് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന പേജിൽ പോയി നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പൊ ലേറ്റർ ആണെങ്കിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന കോഡ് വേറെ ഒരാൾ എടുത്ത് നോക്കുവാണെങ്കിലും ഇവർ ഈ പേജിൽ പോയി റെഫർ ചെയ്തിട്ടൊക്കെ വരണം അല്ലേ. ഇതിന് കുറച്ചും കൂടെ എൻഹാൻസ് ആയിട്ട് PHP 8 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് നെയിംഡ് ആർഗ്യുമെന്റ്സ്. അതായത് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷനിലേക്കുള്ള പാരാമീറ്റേഴ്സിന്റെ വാല്യൂ പാസ് ചെയ്യുന്നതിന്റെ കൂടെ നമുക്ക് ആ പാരാമീറ്ററിന്റെ നെയിമും സ്പെസിഫൈ ചെയ്യാം. ഇപ്പൊ 2 അഡ്വാൻറ്റേജ് ഉള്ളത്. കോഡിന്റെ റീഡബിലിറ്റി ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ആ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. അതായത് ഓർഡർ മൂലം നമുക്ക് വരാവുന്ന എററും ഇവിടെ റെഡ്യൂസ് ആയില്ലേ. ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇത്രയാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയിംഡ് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് മാച്ച്ഡ് എക്സ്പ്രഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നതായിരിക്കും അല്ലെ. ഈ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്തിനാ യൂസ് ചെയ്യുന്നത്? കണ്ടീഷണൽ മേക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്കൊരു വേരിയബിൾ ഉണ്ടാവും, ആ വേരിയബിളിലെ കേസ് സ്റ്റേറ്റ്മെന്റിൽ ഓരോ കേസുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു വേരിയബിൾ മെയിൻറ്റെയിൻ ചെയ്ത് അതിലേക്ക് ഒരു പാരാമീറ്റർ അസൈൻ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് എന്താണോ ചെയ്യേണ്ടത് ആ ഓപ്പറേഷൻ ചെയ്യും അല്ലെ. അപ്പം ഈ സ്വിച്ചിനെ റീപ്ലേസ് ചെയ്ത് വന്നതാണ് മാച്ച് എക്സ്പ്രഷൻ. അതായത് നമ്മുടെ കോഡ് കുറച്ചും കൂടെ കൺസേൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ, മാച്ച് ഓഫ് എന്ന് പറഞ്ഞ വേരിയബിളിന് നമുക്കിവിടെ ബ്രേക്കും കേസും എക്സ്പ്ലിസിറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് വേരിയബിൾ ചെക്ക് ചെയ്യുന്നു, ആ വേരിയബിൾ റിട്ടേൺ ചെയ്യുന്നു. അപ്പം 2 ബെനിഫിറ്റ് എവിടെയുള്ളത്? ഒന്ന്, കോഡ് കുറച്ചും കൂടി റീഡബിൾ ആയി കൺസേൺ ആയി, അതുപോലെ തന്നെ മാച്ച് വാല്യൂ റിട്ടേൺ ചെയ്യും. ഇത് സ്വിച്ച് ആണെങ്കിലോ നമ്മുടെ അഡീഷണൽ ആയിട്ട് വേരിയബിൾസ് ഇങ്ങനെ ഇനിഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് മാച്ച് എക്സ്പ്രഷൻ വാല്യൂവിനെ റിട്ടേൺ ചെയ്യും. കുറച്ചും കൂടെ ക്ലീൻ ആയിട്ടുള്ള സിൻടാക്സ് ആണ്, ഈസി ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്വിച്ചിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് മോർ എക്സ്പ്രസീവ് കമ്പാരിസൺ ആണ് മാച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് സ്വിച്ചിന്റെ ഓൾട്ടർനേറ്റീവ് ആണ്. സ്വിച്ച് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ കുറച്ചും കൂടെ റീഡബിളും ഫ്ലെക്സിബിളും ആണെന്നാണ് മാച്ചിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. മൂന്നാമത്തെ ചേഞ്ച് ആണ് നൾ സേഫ് ഓപ്പറേറ്റർ. അതായത് PHP 7 നമ്മളൊരു ഒബ്ജക്റ്റ് ത്രൂ ഫംഗ്ഷനെ കോൾ ചെയ്യുവാണെങ്കിൽ സപ്പോസ് ആ ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് എക്സെപ്ഷൻ വരും അല്ലെ. എക്സെപ്ഷൻ ആയിരിക്കും ത്രോ ചെയ്യുന്നത്. PHP 8 കുറച്ചും കൂടെ നമുക്ക് സേഫർ ആയി. അതായത് ഒരു ചെക്കിങ്, നൾ സേഫ് ഓപ്പറേറ്ററിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഒരു നമ്മൾ ഒബ്ജക്റ്റ് കോൾ ചെയ്യുന്ന ഓപ്പറേറ്റർ അല്ലെ, ആ ഓപ്പറേറ്ററും കൂടെയാണ്. ഇതാണ് ഇതിന്റെ സിൻടാക്സ്. പിന്നെ ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യാം, ഒരു സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. എക്സിസ്റ്റിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ആണെങ്കിൽ ഫംഗ്ഷൻ കോൾ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഡയറക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിനെ നൾ സേഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ സേഫ് ആയിട്ട് കോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇപ്പൊ ഈഫൽസ് നെസ്റ്റഡ് ഈഫൽസ് യൂസ് ചെയ്ത് അൺനെസസറി ആയിട്ടുള്ള നൾ ചെക്കിങ് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോഡ് കുറച്ചുകൂടെ റീഡബിളും കൺസൈനും ആവും. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നൾ റെഫറൻസ് മൂലം വരുന്ന റിസ്കിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് മൂന്നാമത്തെ നൾ സേഫ് ഓപ്പറേറ്റർ, PHP 8 ഇൻട്രൊഡ്യൂസ് ചെയ്ത നൾ സേഫ് ഓപ്പറേറ്റർ. നാലാമത്തെ ചേഞ്ച് കുറച്ചും കൂടെ ഇംപ്രസീവ് ആണ് കേട്ടോ. കൺസ്ട്രക്ടർ പ്രോപ്പർട്ടി പ്രൊമോഷൻ. കൺസ്ട്രക്ടർ പ്രോപ്പർട്ടി പ്രൊമോഷൻ എന്താണെന്ന് വെച്ചാൽ PHP 7 നമ്മൾ കൺസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. കൺസ്ട്രക്ടേഴ്സ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലാസ് വേരിയബിളിനെ ഓട്ടോമാറ്റിക്കലി ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ കൺസ്ട്രക്ടറിൽ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ആദ്യം നമ്മൾ ക്ലാസ് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യും, എഗെയിൻ നമ്മൾ ക്ലാസ് വേരിയബിളിനെ കൺസ്ട്രക്ടർ വേരിയബിൾ യൂസ് ചെയ്തിട്ട് ഇനിഷ്യലൈസ് ചെയ്യും.
ഇത് PHP 8 വന്നപ്പോഴത്തേക്കും സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഡിക്ലറേഷനും ഇനിഷ്യലൈസേഷനും എല്ലാം കൺസ്ട്രക്റ്റഡ് ത്രൂ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ക്ലാസ് ഡെഫിനിഷനും കുറച്ചും കൂടെ കൺസേൺ ആയി കോഡ് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് കൺസ്ട്രക്റ്റഡ് പ്രോപ്പർട്ടി പ്രൊമോഷൻ. അതായത് നമ്മുടെ ക്ലാസ് പ്രോപ്പർട്ടിന്റെ ഡെഫിനിഷൻ കുറച്ചും കൂടെ സിമ്പിൾ ആയി. PHP 8 പിന്നെ കുറച്ച് 2-3 ഫംഗ്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഒന്നാമത്തെയാണ് str contains, string contains എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ. PHP 7 ഒരു സ്ട്രിങ്ങില് നമ്മുടെ കയ്യിലുള്ള ഒരു സ്ട്രിങ്ങും ഒരു സബ്സ്ട്രിങ്ങും ഉണ്ടെങ്കിൽ, എക്സാമ്പിൾ ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളില് ഒരു സ്ട്രിങ് ഉണ്ട്, അതിൽ നമുക്ക് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്സ്ട്രിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? സ്ട്രിങ് പൊസിഷൻ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. സ്ട്രിങ് പൊസിഷൻ നോട്ട് ഈക്വൽ ടു ഫാൾസ് ആണെങ്കിൽ ഈ സ്ട്രിങ്ങിൽ ഈ സബ്സ്ട്രിങ് ഉണ്ട് എന്ന് നമ്മൾ പറയും. ഇത് കുറച്ചും കൂടെ എവിഡന്റ് ആയിട്ട് സ്ട്രിങ് കണ്ടെയ്ൻസ് മെത്തേഡ് യൂസ് ചെയ്ത് PHP 8 ചെയ്യാം. അപ്പൊ കോഡ് കുറച്ചും കൂടെ റീഡബിളും എക്സ്പ്രസീവും ആയി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഫാൾസ് കമ്പാരിസൺ അല്ലെ, നോട്ട് ഈക്വൽ ടു ഫാൾസ് എന്നുള്ള കമ്പാരിസണും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് സ്ട്രിങ് ഉണ്ടോ ഇല്ലയോ എന്ന് PHP 8 ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പൊസിഷൻ എക്സിസ്റ്റിംഗ് ആണ്, റീപ്ലേസ്ഡ് അല്ല. ഇവിടെ പൊസിഷന് പകരം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്ട്രിങ് കണ്ടെയ്നൻസ് എന്ന് പറഞ്ഞ് ഈ സ്ട്രിങ്ങിൽ ഈ സബ്സ്ട്രിങ് കൊണ്ടുവന്ന് ഇപ്പൊ നമ്മൾ ജാവാസ്ക്രിപ്റ്റിലൊക്കെ യൂസ് ചെയ്യാറില്ലേ, അതുപോലെ PHP 8 ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ PHP 8 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വേറൊരു ഫംഗ്ഷൻ ആണ് ഗെറ്റ് ഡീബഗ് ടൈപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന വേരിയബിളിന്റെ എക്സാക്ട് ഡാറ്റ ടൈപ്പും റിലേറ്റഡ് ഇൻഫർമേഷൻസ് ഒക്കെ ആക്സസ് ചെയ്യണമെങ്കിൽ ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യാം കേട്ടോ. ഇതൊന്നും അല്ലാതെ PHP 8 ഇൻട്രൊഡ്യൂസ് ചെയ്ത വേറൊരു റവല്യൂഷണറി ഫീച്ചർ ആണ് JIT, ജസ്റ്റ് ഇൻ ടൈം കമ്പൈലർ എന്ന് പറയുന്നത്. PHP 7 കോഡിന്റെ കമ്പൈലേഷനും ഇന്റർപ്രിറ്റേഷനും നടക്കുന്നത് നമ്മൾ ബൈറ്റ് കോഡിലേക്ക്, നമ്മുടെ സോഴ്സ് കോഡിലെ PHP കോഡ് അതാദ്യം ബൈറ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യും. ഈ ബൈറ്റ് കോഡിനെ PHPന്റെ ഇന്റർപ്രിറ്റർ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഓഫ് കോഴ്സ് ഈ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ നമ്മുടെ സിസ്റ്റത്തിനെ സ്ലോ ഡൗൺ ചെയ്യൂലേ, അതിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് JIT. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ, വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. നമ്മുടെ PHPന്റെ INI ഫയൽ ഇല്ലേ, അതിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എന്ന് പറയുന്നത് ഡൈനാമിക് ആയിട്ട് ഈ ബൈറ്റ് കോഡ് ടു നമ്മുടെ മെഷീൻ കോഡ് കൺവേർഷൻ നടക്കും. അപ്പം ഈ ലൈൻ ബൈ ലൈൻ ഇന്റർപ്രിട്ടേഷൻ അത് എക്സിക്യൂഷൻ തൊട്ട് മുന്നേ ഡൈനാമിക് ആയിട്ട് മെഷീൻ കോഡിലേക്കുള്ള കൺവേർഷൻ നടക്കും. സോ ലൈൻ ബൈ ലൈൻ ഇന്റർപ്രിട്ടേഷന്റെ റൺ ടൈം ഓവർ ഹെഡ് അവോയ്ഡ് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്